രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കോൺഗ്രസിന് രാഷ്ട്രീയ മര്യാദ വേണം. കോൺഗ്രസിന്റെ മുഖ്യ ശത്രു BJP ആണെങ്കിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ മത്സരിക്കണമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ ഒരു ന്യായം കൊടുക്കാൻ വേണ്ടിയാണ് സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. മുബഷീർ P. അക്ബർ ഉണ്ട് വിവരങ്ങളുമായി. മുബഷീർ, രൂക്ഷമായ ഭാഷയിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം അത് നേരത്തെ തന്നെ CPI ചർച്ചയാക്കിയതാണ്. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി തന്നെ വലിയ വിഷയമായി അത് ഉയർത്തിക്കാണിക്കുകയും ഇപ്പോൾ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ സഖ്യമില്ല എന്നതാണ് ഇതിൽ കോൺഗ്രസിന്റെ ന്യായീകരണം. തീർച്ചയായും വിനീത, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി തന്നെയാണ് അധികാരത്തിൽ വരേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ പ്രാധാന്യത്തിന് വേണ്ടി തന്നെയാണ് CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രചാരണ രംഗത്തുള്ളതെന്നും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയത്ത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകേണ്ട രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് കേരളത്തിലായിരുന്നില്ല. സ്വാഭാവികമായും കോൺഗ്രസിന്റെ മുഖ്യ ശത്രു BJP ആണെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട എതിരാളിയെ അവിടെ മത്സരിക്കുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയായ ആനി രാജയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു കേരളത്തിൽ ആരാണെന്ന കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ബിനോയ് വിശ്വം ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJP എന്തുകൊണ്ട് വൈകി എന്ന കാര്യത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ ഒരു ന്യായം കൊടുക്കാൻ വേണ്ടിയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കാൻ BJP തയ്യാറായത്. അതായത് കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്ന ഒരു കൃത്യമായ ആരോപണമാണ് ബിനോയ് വിശ്വം ഉന്നയിച്ചിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന രീതിയിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ അത് വാർത്തയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് അത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് BJP കടന്നതും. അത് കൃത്യമായും കോൺഗ്രസിന് അറിയാമായിരുന്നു എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ BJPയെ മുഖ്യ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശ് പോലെയുള്ള ഇന്ത്യയുടെ ഹൃദയഭൂമികളിൽ അല്ലെങ്കിൽ BJPക്ക് അധികാരമുള്ള ആധികാരികതയുള്ള മേഖലകളിൽ മത്സരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത്. BJP ആയിരുന്നു കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവെങ്കിൽ BJP കേന്ദ്രങ്ങൾ മത്സരിക്കേണ്ടതല്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇടതുപക്ഷമാണ് ശത്രുവെങ്കിൽ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ തെറ്റില്ല. കൂടാതെ വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ CPI മത്സരിക്കാൻ തയ്യാറാകുമെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി നൽകിയത് വയനാട് ലോക്സഭാ മണ്ഡലം പ്രഖ്യാപിച്ചത് മുതൽ അവിടെ CPI തന്നെയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണയോ ഒന്നും തന്നെയല്ല CPI മത്സരിക്കാൻ രംഗത്തുള്ളത്. ലോക്സഭാ മണ്ഡലം ഉണ്ടായ കാലം മുതൽ തന്നെ CPI തന്നെ അവിടെ മത്സരരംഗത്തുണ്ട്. സ്വാഭാവികമായും അത് ഇത്തവണയും ഉണ്ടായി. ആനി രാജയെ പോലെ പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബിനോയ് വിശ്വം വെച്ചു പുലർത്തുന്നത്. അതേസമയം കേരളത്തിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഇരട്ടത്താപ്പുണ്ടെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നു. വിനീത, ശരി, മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്.